വിവേകാനന്ദൻ 1892 ഇതേ സമാനമായി തന്നെ ഒരു വലിയ നീണ്ട ഭാരത സഞ്ചാരത്തിന് ശേഷമാണ് വിവേകാനന്ദനും ഇവിടെ 3 ദിവസത്തെ ധ്യാനത്തിലിരുന്നത്. അതിന് ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു പ്രധാനമന്ത്രിയുടെയും ഇവിടത്തെ ഈ ധ്യാനം. 89 ദിവസം നീണ്ടുനിന്ന വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏതാണ്ട് 206 പൊതു തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒരുപാട് 89 ടെലിവിഷനുകൾക്ക് അദ്ദേഹം ഇന്റർവ്യൂ നൽകി. അങ്ങനെ വലിയ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ധ്യാനത്തിനെത്തിയത്. വലിയ രീതിയിൽ വിവാദപരമായ പ്രസ്താവനകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉടനീളം അദ്ദേഹം നടത്തിയിരുന്നു. അതൊക്കെ വിമർശിച്ചും കോടതിയിൽ വരെ എത്തിയും ചെയ്തിരുന്നു. പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചിരുന്നതും പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ തന്നെയായിരുന്നു. ആദ്യം സമ്പൂർണമായി തന്നെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി, പക്ഷേ തെരഞ്ഞെടുപ്പ് 2, 3, 4 ഘട്ടമൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം കുറയുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ വിവാദപരമായ ഒട്ടനവധി പരാമർശങ്ങൾ കടന്നുകൂടിയത്. ഈ തെക്കേ ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അദ്ദേഹം തുടങ്ങിയത് തന്നെ കന്യാകുമാരിയിൽ നിന്ന് തന്നെയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 8 തവണ കഴിഞ്ഞ ജനുവരി മുതൽ ഇപ്പോൾ ജൂൺ 1 വരെ ഏതാണ്ട് 8 തവണ തമിഴ്നാട്ടിൽ മാത്രം, ഈ സംസ്ഥാനത്ത് മാത്രം അദ്ദേഹം വന്നിരുന്നു. കേരളത്തിൽ പലപ്പോഴും വന്നു പോയപ്പോഴും അതിനുശേഷമുള്ള യാത്ര അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പലതവണ തമിഴ്നാട്ടിലെത്തി പല വികസന പദ്ധതികൾക്കും തറക്കല്ലിട്ടു, ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച വലിയൊരു പ്രവർത്തനം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയും BJP നടത്തിയിരുന്നത്. അതിന്റെ കൂടി ലക്ഷ്യം കണ്ടത്, അതായത് 400 സീറ്റ് എന്ന വലിയ ലക്ഷ്യം കൂടി കണ്ടിട്ടാണ് അദ്ദേഹം തെക്കേ ഇന്ത്യ വലിയ രീതിയിൽ തെരഞ്ഞെടുത്ത് പ്രചാരണം നടത്തിയത്. പക്ഷേ ഇതുവരെയ്ക്കും BJPക്ക് തെക്കേ ഇന്ത്യയിൽ കാര്യമായ നേട്ടം, പ്രത്യേകിച്ച് കർണാടക ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ, കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. പക്ഷേ അവിടെ വലിയ മാറ്റമുണ്ടാക്കി, വലിയ ചലനമുണ്ടാക്കി 400 സീറ്റ് എന്ന വലിയ ലക്ഷ്യം എന്ന ലക്ഷ്യവുമായാണ് പ്രധാനമന്ത്രി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയത്. ആ ഒരു ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പലതവണ വന്നു പോയതും. ഈ ഒരു ധ്യാനത്തിനും അങ്ങനെ ഒരു പ്രസക്തിയുണ്ട്. അങ്ങനെ ഒരു സന്ദേശം നൽകാനാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണം, അതായത് സ്വാമി വിവേകാനന്ദ പറയുമ്പോൾ തെക്കേ ഇന്ത്യയിൽ മാത്രം വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐക്കണായി കാണുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന് ബംഗാളിലും അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒക്കെ ബംഗാളിലും അതേപോലെ ഹിന്ദി ഹൃദയഭൂമിയിലും വലിയ സ്വാധീനമുള്ളതാണ്. ഹിന്ദു ഐക്കണായി കാണുന്ന ആ വ്യക്തിയാണ്. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്ന ഒരു സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ 3 ദിവസം ധ്യാനം ഇരുന്ന ഒരു പാറയിൽ അദ്ദേഹം നരേന്ദ്രമോദി വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ആത്മീയ നേതാവായി മാറുന്നു എന്നൊരു സന്ദേശം നൽകാൻ എന്തായാലും ഈ BJP നേതാക്കൾക്ക് കഴിയുന്നുണ്ട്. അതിന്റെ ഈ ധ്യാനത്തിന്റെ ഒരു പരിസമാപ്തി അത്തരത്തിലുള്ള ഒരു ഉദയം കൂടിയാണ്. നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിനപ്പുറം നരേന്ദ്രമോദി ഒരു ആത്മീയ നേതാവായി കൂടി വളരുകയാണെന്നൊരു സന്ദേശം കൂടി BJP നേതാക്കൾ നൽകുന്നുണ്ട്. അവർ പലതവണ ഈ പ്രതിപക്ഷ നേതാക്കൾ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും BJP നേതാക്കൾ ന്യായീകരിച്ചിരുന്നത് അദ്ദേഹം വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള പുതിയ ആശയങ്ങളുമായി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നിന്ന് ഉദിച്ച് ഉയരും എന്നാണ് BJP നേതാക്കൾ ന്യായീകരിച്ചിരുന്നത്. എന്തായാലും ആ ധ്യാനമൊക്കെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങാൻ തയ്യാറാകുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹം തിരുവള്ളുവരിന്റെ, തമിഴകത്തിന്റെ മഹാകവിയായ, ഇതിഹാസ കവിയായ തിരുവള്ളുവരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ച് അവിടെ കുറച്ചുനേരം നിന്ന ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വന്ന ബോട്ടിൽ കയറും. ആ ബോട്ടിൽ കയറി തിരികെ കരയിലുള്ള അദ്ദേഹത്തിന്റെ വാഹനങ്ങളിലേക്ക് പോകും. അതിനുശേഷമാണ് ഈ ഗസ്റ്റ് ഹൌസ്, തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഗസ്റ്റ് ഹൌസിലേക്ക് പോവുക. ആ ഗസ്റ്റ് ഹൌസിൽ നിന്ന് നേരെ ഹെലിപ്പാഡിൽ കയറി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുന്നത്. എന്തായാലും 2014 ആദ്യമായി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സമയത്ത് 2014 സമാനമായി തന്നെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രസക്തിയുള്ള സ്ഥലങ്ങളിലേക്ക് ധ്യാനം നടത്തുന്നത് പതിവായിരുന്നു. 2014 ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ആദ്യമായി വാരണാസിയിലും ഗുജറാത്തിലെ ഗാന്ധിനഗറിലുമായിരുന്നു 2 സീറ്റുകളിലായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത്. അന്ന് വാരണാസിയിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച നരേന്ദ്രമോദി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൊട്ടു മുൻപ്
ക്ഷമിക്കണം, തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് അന്ന് ഉത്തർപ്രദേശിൽ ഉള്ള പ്രതാപ്ഘട്ടിലേക്കായിരുന്നു ധ്യാനത്തിനായി പോയത്. അവിടെ വലിയ പ്രസക്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം മറാത്ത രാജവംശം മുഗൾ രാജവംശത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിന്റെ സ്മാരകമാണ് അവിടെയാണ് പ്രധാനമന്ത്രി ആദ്യം സന്ദർശിച്ചത്. 2019 നമുക്കറിയാവുന്നതുപോലെ കേദാർനാഥിൽ മന്ദാകിനി നദിയുടെ കരയിൽ ഒരു ഗുഹയിൽ 17 മണിക്കൂർ അദ്ദേഹം ധ്യാനമിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് വരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി തിരുവള്ളൂർ പ്രതിമയിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷം ആ ബോട്ടിൽ കയറി അദ്ദേഹം തിരിച്ചു പോകാനാണ്. അല്പസമയത്തിനും ഏതാണ്ട് ഇനി വളരെ കുറച്ച് നേരം കൂടി മാത്രമേ അദ്ദേഹം ഇവിടെ ഉണ്ടാകൂ. അദ്ദേഹം ഈ ബോട്ടിൽ കയറിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ്. വലിയ സുരക്ഷാ കാവലാണ് ഈ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ മാനത്തുണ്ട്, കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളുണ്ട്, തമിഴ്നാട് പോലീസുണ്ട്. അല്ലെങ്കിൽ ചുറ്റിനും കടലിലും കരയിലും വലിയ സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. വലിയ സന്ദർശകർക്ക് ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ റോഡ്, അതായത് ഈ ബോട്ട് ചെന്നെത്തുന്ന ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് തിരിച്ച് ഗസ്റ്റ് ഹൌസിലേക്ക് വരെയുള്ള റോഡ് പൂർണ്ണമായും SPGയുടെ നിയന്ത്രണത്തിലാണ്. അവിടെയൊന്നും ഒരു മനുഷ്യരെ പോലും കടത്തിവിടുന്നില്ല. അത്രയധികം സുരക്ഷാ മുൻകരുതലോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് കുറച്ചു നേരം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ബോട്ടിൽ അവിടെ എത്താൻ. എല്ലാ യാത്രക്കാരും അദ്ദേഹത്തെ കാണുവാനായി ഒരുപാട് ആളുകൾ ഇങ്ങേ തലയ്ക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ശ്രീ കാഞ്ചികാമുകോടി പീഠത്തിന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ യാത്രക്കാരെയൊക്കെ പോലീസ് വിലക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ അനുവാദമുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെ ആർക്കും ചിത്രങ്ങൾ എടുക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. അത്രയധികം റെസ്ട്രിക്ഷൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്പം മയപ്പെടുത്തി ഈ ഭാഗത്ത്, പക്ഷേ അപ്പുറത്തെ ഭാഗത്ത്, അതായത് ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്ന മെയിൻ റോഡ് ഭാഗത്തേക്ക് വലിയ സുരക്ഷയാണ് പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത്. SPG കമാൻഡോസും NSC കമാൻഡോസ് അടക്കമുള്ളവർ സുരക്ഷ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഈ ബോട്ട് ഇപ്പോൾ തന്നെ കരയ്ക്കെത്തും. അതിനുശേഷം പ്രധാനമന്ത്രി ആ ബോട്ട് ഗസ്റ്റ് ഹൌസിലെത്തും. അവിടുന്ന് ഹെലിപാഡിൽ അവിടെ ഒരുക്കിയിട്ടുള്ള എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ കയറി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. അങ്ങനെ രാജ്യം ഏറ്റവും കൂടുതൽ, അതായത് മൗനവ്രതത്തിലായിരുന്നിട്ട് കൂടി രാജ്യത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റിയ ഈ 2 ദിവസത്തെ 45 മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുകയാണ്. 45 മണിക്കൂർ നേരത്തെ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുന്നു. വിവേകാനന്ദ പാറയിൽ നിന്ന് ബോട്ട് മാർഗം അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തും. അതിനുശേഷം അവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക്, അവിടെ നിന്നാണ് അദ്ദേഹം മടങ്ങുന്നത്.